നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് മാസ് ഇൻ ഗ്രാം, വോളിയം ഇൻ STP ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വെൻ നമ്പർ ഓഫ് മോൾസ് ആർ ഗിവൺ. തന്നിട്ടുള്ളത് നമ്പർ ഓഫ് മോൾസ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്ര ഗ്രാം ഉണ്ട്, അതേപോലെ അതിൻ്റെ വോളിയം എത്ര ഉണ്ട്, നമുക്ക് എത്ര പാർട്ടിക്കിൾസാണ് തന്നിരിക്കുന്നത് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ഫസ്റ്റ് തന്നു 5 മോൾസ് ഓഫ് കാർബൺ എന്ന് തന്നു എന്ന് വിചാരിക്കുക. അത് എത്ര ഗ്രാം ഉണ്ടെന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എത്ര ഗ്രാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് 5 നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ഇറ്റ്സ് ആറ്റോമിക് മാസ് 12. ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക, 60. ദെർഫോർ 60 ഗ്രാംസ് ഓഫ് കാർബൺ ആണ്. 5 മോൾ ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ 60 ഗ്രാംസ് ഓഫ് കാർബൺ ഉണ്ട് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 5 മോൾസ് ഓഫ് ഹൈഡ്രജൻ എന്നാണ്. 5 മോൾസ് ഓഫ് ഹൈഡ്രജൻ ഇത് എത്ര ലിറ്റർ ഉണ്ട് എന്ന STPയിൽ എത്ര ലിറ്റർ ഉണ്ടായിരിക്കും എന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്. അതുകൊണ്ട് എത്ര ലിറ്റർ ഉണ്ടാവും എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, 5 ഇൻറ്റു 22.4 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ 22.4 ലിറ്റേഴ്സാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലിറ്ററാണ് തന്നിരിക്കുന്നത് എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 5 മോളാണ്. നൈട്രജൻ ആയിക്കോട്ടെ, 5 മോൾസ് ഓഫ് നൈട്രജൻ. എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം 1 മോളിൽ അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് 5 മോൾ ഓഫ് നൈട്രജനിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്ന് എങ്ങനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസും മാസ് ഇൻ ഗ്രാമും വോളിയം ഇൻ STP ഒക്കെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക.